എൻ്റെ പേര് ശശി എന്നാണ് റെക്കോർഡിക്കൽ പേര്. കലാരംഗത്ത് അറിയപ്പെടുന്ന ബേബി കൂമ്പാടി എന്നാണ്. പെരുന്താട്ടം എന്ന് പറയുന്ന കലാരൂപം ഒരു നൂതന കലാരൂപം എന്ന് തന്നെ പറയാം. പക്ഷെങ്കിൽ ഇതിനൊരു പ്രാചീന കലാരൂപമായിട്ട് ബന്ധമുള്ളതാണ്. അത് പഴയകാലത്തെ ഗോത്ര കലാരൂപങ്ങളിൽ ഒന്നായ പരുന്തുകളി, ആ പരുന്തുകളി അന്യം നിന്ന് പോയ പരുന്തുകളിയിൽ നിന്ന് പുതിയതായിട്ടൊന്ന് ആവിഷ്കരിച്ചെടുത്താണ് പെരുന്താട്ടം. അത് പരുന്തുകളിയായി തന്നെ ആവിഷ്കരിച്ചെടുത്തപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ജനങ്ങൾക്കൊരു വൈമനസ്യം തോന്നിയപ്പോൾ അതിനെ പുതിയൊരു മോഡലിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തപ്പോൾ ഇതിനെ ജനം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അതാണ് പെരുന്താട്ടം. നമ്മളത് ഇതിൻ്റെ ചുട്ടിയെഴുത്തെന്ന് പറയുന്നത് തന്നെ കണ്ണുകളെ ചുറ്റും വരയ്ക്കുന്ന ചുവപ്പിനെ വരയ്ക്കുന്ന കറുപ്പിൻ്റെ നടുക്കാണ്. കറുപ്പെന്ന് പറഞ്ഞാൽ അജ്ഞതയാണ് കറുപ്പ്, അത് അന്ധകാരമാണ്. കറുപ്പിൽ നിന്ന് ഉദിച്ചു വരുന്ന സൂര്യൻ എന്താണോ, അന്ധതയിൽ നിന്ന് ഉദിച്ചു വരുന്ന, അല്ല അന്ധകാരത്തിൽ നിന്ന് ഉദിച്ചു വരുന്ന സൂര്യൻ, അതാണ്. ആ സൂര്യൻ്റെ ചുവപ്പാണ് കണ്ണിന്, പിന്നെ കണ്ണിനെ കവർ ചെയ്ത് വരുന്നത്. ആ ചുവപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ ചുവപ്പാണ്, ഒരു പുതിയ വൈജ്ഞാനിക സൈദ്ധാന്തിക മേഖലയുടെ ചുവപ്പാണ്. ആ ചുവപ്പ് വരച്ചിട്ട് ഈ അതിന് പിന്നെ കിടക്കുന്ന വെളുപ്പാണ് കൊടുക്കുന്നത്. ഈ കറുപ്പിനും ചുവപ്പിനും വെള്ളയ്ക്ക് ഇടയിലാണ് കറുപ്പ് സ്ഥിതി ചെയ്യുന്നത്. അതായത് വെളുപ്പെന്ന് പറയുന്നത് പൂർണ്ണതയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ അന്ധകാരം അതുപോലെ തന്നെ ഈ കറുപ്പെന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുക. നമ്മൾ പകൽ പോലും നമ്മുടെ കൈ അടച്ച കൈക്കുള്ളിൽ എത്ര വലിയ സൂര്യപ്രകാശം ഉണ്ടെങ്കിലും കൈക്കുള്ളിൽ ഇരുളാണ് കാണുന്നത്. ഇരുളും വെളിച്ചവും സമാസമം നിൽക്കുന്നതാണ്. അതായത് അറിവും അറിവില്ലായ്മയും സമാസമം നിൽക്കുന്നതാണ്. അപ്പം പുതിയ സൂര്യൻ്റെ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ ഉദിച്ചതിലും അറിവിൻ്റെ ഇടയ്ക്ക് അറിവില്ലായ്മയെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അതാണ് വെളുപ്പിനും ചുവപ്പിനും ഇടയിലായിട്ട് കറുത്ത രേഖ കൊണ്ട് വരുന്നത്. ഇതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുക. അതാണ് പീലികൾ പോലെ വരച്ചെടുക്കുന്നത്. ആ കളറിൻ്റെ വിശേഷണം അതാണ്, വെളുപ്പിൻ്റെ ചുവപ്പിൻ്റെ കളറിൻ്റെ. പിന്നെ അതിന് താഴെ കൊത്തുന്നത് ചുവപ്പും മഞ്ഞയാണ് ഇടകലർത്തി കുത്തുന്നത്. അതായത് 9 ചുവപ്പും 8 മഞ്ഞയാണ് കുത്തുന്നത്. അതായത് മൂക്കിന് നടുവിലായിട്ട് ഒരു ചുവപ്പ്, പിന്നെ 2 സൈഡിലായിട്ട് 4 എണ്ണം വെച്ച് 9 എണ്ണം, പിന്നെ മഞ്ഞ കുത്തുന്ന 8 എണ്ണം. അതിൽ ഈ മഞ്ഞ എന്ന് പറയുന്നത് നമ്മളെ ഓരോ ലോകത്തിൽ തന്നെ ഓരോ ഗോത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകളിലൊന്നാണ് മഞ്ഞ. ഗോത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകളിലൊന്നാണ് മഞ്ഞ. അതായത് ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല കനിയെന്ന് പറഞ്ഞാൽ വിഷങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്നാണ് മഞ്ഞൾ. അതായത് മനുഷ്യ ശരീരത്തിലെ വിഷാംശങ്ങൾ ഭൂമിയിൽ നിന്ന് പടലങ്ങളോ വായുക്കളോ ആയിട്ട് ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചു കൊടുത്ത ഒരു വലിയ ചിന്താഗതിയാണ് മഞ്ഞ മുക്കിയ വസ്ത്രങ്ങൾ, മഞ്ഞൾ മുക്കിയ. ഇന്ന് വെറും മഞ്ഞ പോളിസ്റ്റർ ഉപയോഗിക്കുന്നത്, അതിൽ കാര്യമില്ല. മഞ്ഞൾ മുക്കിയ വസ്ത്രങ്ങൾ. അതുകൊണ്ട് ഈ ഔഷധ ചിന്തയാണ്. ഞാൻ ശരീരത്തെ ജീവനെ നിലനിർത്തണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം. ആ ഔഷധ ചിന്തയാണ് ആ മഞ്ഞ കൊടുത്തത്. ഓലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചുണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രതിഷേധമാണ്, ഇതൊരു പ്രതികാരമാണ്. ഈ പരുന്താട്ടം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ സവർണാധിപത്യത്തിൻ്റെ കൈകളിൽ ഞെരിഞ്ഞമർന്ന് മരണപ്പെട്ട ഗോത്രജനതയിലെ സ്ത്രീകൾ, ഞങ്ങളുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരും ഒത്തിരി പേര് അങ്ങനെ ഉണ്ട്. ഇവരെ അന്നൊക്കെ ആത്മീയപരമായിട്ട് ഇവരെ യക്ഷിബാധ എന്ന് പറഞ്ഞ് ഇവരെ കരിമ്പനയിൽ തളച്ച്, അതുപോലെ പാലത്തടിയെ തളച്ച് ഒഴിവാക്കിയിരുന്ന കാലഘട്ടത്തിൻ്റെ പ്രതിഷേധവുമായാണ് ആ പനയോലയും ചിറക് പിരിച്ച പനയോലയും പാലത്തടി കൊണ്ടുണ്ടാക്കി പിളർന്ന് വരുന്ന ചുണ്ടുമായിട്ട് വേദിയിലേക്ക് പരുന്താട്ട കലാകാരൻ പ്രവേശിക്കുന്ന തന്നെ ഒരു പ്രതിഷേധമാണ്. അതാണ് ഈ ഓലയുടെയും ചുണ്ടിൻ്റെയും. ഈ ഒരു ഓലയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വാവലെ, ഇഷ്ടംപോലെ നരിച്ചേറുകളെ വാവലെ ഇതിൽ കൂടുകൂട്ടുന്നതാണ് ഈ വൃക്ഷത്തിൽ. അപ്പോൾ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയും കൂടെയാണ്. നമ്മളൊരു ഓല വെട്ടുന്നതിന് മുമ്പ് അവരോട് തന്നെ അനുവാദം ചോദിച്ചിട്ടാണ് വെട്ടുന്നത്. നാളെ അതുങ്ങളെ ആവശ്യമുള്ളൊരു ഓല വെട്ടുക അല്ലാതെ 10-12 ഓല വെട്ടി കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറി നല്ല ഓല വെട്ടുന്നൊരു ഇടപാടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലൈനുകളുണ്ട്, പോരടിക്കുന്ന ലൈനുകൾ. ഭൂമിയുള്ള എന്താണെങ്കിൽ ചിറക് വീശി വെട്ടിപ്പതിച്ച് പദം പറഞ്ഞ് കയറി ഇത് സൂചി മുനയ്ക്കുന്ന നേർനിന്ന് കൊണ്ട്
നാഗവടിവോട് നേർന്നുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു കളരി എങ്ങനെ, കളരിയിൽ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ആ പാട്ടിൽ പറയുന്നുണ്ട്. ഇടം ചിറകൊന്ന് വെട്ടിയെടുത്ത് വലം ചിറകിൽ കോരിയെടുത്ത്, നമ്മൾ കളരിയിൽ ചെന്ന് ഇടതിന് ഉറുമി വെട്ടിയെടുത്തിട്ട് വലം കൈക്ക് ഉറുമി ചുരുക വീശിയെടുക്കുന്ന ഈ സാധനം എല്ലാം അതിൽ ആ പാട്ടുകഥയെ പറയുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊരു 1500 1200 വർഷങ്ങൾക്കിടയിൽ പഴക്കമുള്ള പാട്ട്. പിന്നെ അതിൻ്റെ ചുവടുകൾ, താളങ്ങളിതാണ്. പിന്നെ ചുവടുകൾ തന്നെ നമ്മൾ കയറി വരുന്നത് തന്നെ ദ്രുതകാലത്തിലാണ് സ്റ്റേജിലേക്ക് ഓടിക്കയറി വരികയാണ്. ഓടിക്കയറുന്ന ദ്രുതകാലത്തിലേക്ക് വരുന്ന ചുവട്, അത് ദ്രുതകാലത്തിൽ വന്ന് നിന്നിട്ട് പുലിയള്ള ചുവടെന്ന് പറയുന്ന നാട്ടുകളരി സമ്പ്രദായത്തിലുണ്ടായിരുന്ന പുലിയള്ള ചുവടെന്ന് പറയുന്ന ചുവടുണ്ട്. അത് ഏത് തെന്നുന്ന ചെളിയിൽ നിന്ന് ഒരു മനുഷ്യൻ കൈകൊണ്ട് മറ്റൊരാളെ പ്രയോഗത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റുന്നതാണ് പുലിയള്ള ചുവട്. ആ പുലിയള്ള ചുവട് തന്നെയാണ് നമ്മൾ ഈ പരുന്താട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഓടി വന്നിട്ട് പരുന്താട്ട കലാകാരൻ ഓടി വരികയും സ്റ്റേജിൻ്റെ മുൻപിൽ വന്നിട്ട് ഒറ്റക്കാലം പെട്ടെന്ന് സ്റ്റില്ലാകുകയും ചെയ്യും, പെട്ടെന്ന് നിശ്ചലമാകുകയും ആ വരുന്ന സ്പീഡിൽ തന്നെ അവിടെ നിൽക്കും, ഒരിക്കലും താഴോട്ട് പോകത്തില്ല. പിന്നെ ഇതിന് കോൽച്ചുവടെന്ന് പറയുന്നത് കോണോട് കോണ് കയറി പോകുന്നതാണ് കോൽച്ചുവടെന്ന് പറയുന്നത്. അതാണ്ട് 2 അടി അകലത്തോളം ചുവട് വെച്ച് കയറി പോകുന്നതാണ് കോൽച്ചുവട്. അതിങ്ങനെ ഡയമണ്ട് പോലെ വരും ചുവട് വെച്ച് കഴിയുമ്പോൾ. പിന്നെ വട്ടച്ചുവട്, അത് കാല് കോണോട് കൂടും പിണഞ്ഞ് കെട്ടി നിന്നിട്ട് കറങ്ങി വരുമ്പോൾ ഒരു പൂർണ്ണ വൃത്തത്തിൽ നമുക്ക് കറങ്ങി വരും. അതാണ് വട്ടച്ചുവടെന്ന് പറഞ്ഞാൽ ഇത്. ആ വട്ടച്ചുവടിൽ നിന്ന് നമ്മൾ പിന്നെ ചെയ്യുന്ന ഏറ്റച്ചുവടാണ്. ആ വട്ടച്ചുവടിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ പുറകോട്ട് മലർന്നിട്ട് വലതുകാല് പൊക്കിയിട്ട് മുൻപോട്ട് ഏറ്റി കുത്തി ഏറ്റച്ചുവട് നിന്ന് കളിക്കുന്നത്. ആ ഏറ്റച്ചുവടിൽ നിന്നാണ് പിന്നെ ഓരോ ചുവട് മാറി തലങ്ങൾ മാറി അത് നമ്മൾ കളിക്കുന്ന ഏത് തലമാണോ, ഒരു ഘോഷയാത്രയുടെ കൂടെ ആണെങ്കിൽ അത് മുന്നോട്ട് തന്നെ ചുവട് വെച്ചാൽ കയറുക. പരുന്താട്ടത്തിൻ്റെ താളമെന്ന് പറഞ്ഞാൽ ഇത് പാട്ടിനനുസരിച്ചുള്ള നാടൻ പാട്ടുകൾ ഗോത്രഗീതങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ താളക്രമത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. താളക്രമത്തിൽ മാറ്റിയെന്ന് പറഞ്ഞാൽ കരു, മരം, പറ, തുടി, ചെണ്ട ഈ വാദ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഒരു താളക്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഏകതാളത്തിൽ നിന്നും ദ്രുതതാളത്തിൽ പ്രവേശിച്ച് ദ്രുതതാളത്തിൽ നിന്ന് അതിദ്രുതതാളത്തിലേക്ക് മാറി പരുന്ത് വീണ്ടും അത് ഏകതാളത്തിൽ വന്ന് കുമ്പിട്ട് അവസാനിക്കുന്നതാണ് താളാത്മകമായ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നത്. കരിയാത്തൻ കോട്ടയിലെ കരിയ പണിക്കൻ, എരിയാത്തൻ കോട്ടയിലെ എരിയ പണിക്കൻ, എരിയാ പണിക്കന് 4 കളരിക്ക് കേമൻ, കരിയാ പണിക്കന് 4 കളരിക്ക് കേമൻ. അത്തിന്തോം തനതിന്തോ തനതയ്യാതിന്തോ തനതിന്തോം തിന്തിന്നോ തകതയ്യാതിനെന്തോ. പകലൊക്കെ കരിയ പണിക്കൻ പുള്ളിനെ പോലെ, പകലൊക്കെ എറിയ പണിക്കൻ ചെറുപുള്ളു പോലെ. എരിയാ പണിക്കന് 4 കളരിക്ക് കേമൻ, കരിയാ പണിക്കന് 4 കളരിക്ക് കേമൻ. കേമത്തം വമ്പത്തം ചൊല്ലൊരു മാതു പിണക്കം, കേമത്തം വമ്പത്തം ചൊല്ലൊരു മാതു പിണക്കം, കേമത്തം വമ്പത്തം ചൊല്ലൊരു മാതു പിണക്കം, കേമത്തം വമ്പത്തം ചൊല്ലൊരു മാതു പിണക്കം. അത്തിന്തോം തനതിന്തോ തനതയ്യാതിനെന്തോ തനതിന്തോം തിന്തിന്തോ തകതയ്യാതിനെന്തോ. അത്തിന്തോം തനതിന്തോ തനതയ്യാതിനെന്തോ തിന്തിന്തോം തനതിന്തോ തനതയ്യാതിനെന്തം. എരിയാ പണിക്കനുമായൊരു മാതു പിണക്കം.